അപ്പോഴേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇഷക്കുട്ടീനെ ഒരു സ്കേറ്റിംഗ് ടൂർണമെൻറ്റ് കൊണ്ടുപോകാം കേട്ടോ. ഇതിവിടെ ബാംഗ്ലൂർ നടക്കുന്നതിൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ടൂർണമെൻ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 months ആയിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് ശരിക്കും ടൂർണമെൻറ്റിലൊന്നും ആയിട്ടില്ല. പക്ഷെ അവൾക്കൊരു ഭയങ്കര ആഗ്രഹം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എന്നാൽ ഒരു എക്സ്പീരിയൻസ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ആർക്കും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. തുടങ്ങാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചു കട്ടക്ഷീണം. നല്ല തിരക്കുണ്ടായിരുന്നു. പല കാറ്റഗറീസിലായിട്ട് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഇത് മണാൽ ഇഷയുടെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ ഫസ്റ്റ് അടിച്ചു മിടിക്കിയ കുട്ടിയാട്ടോ. ഇവിടെ 2 ദിവസമായിട്ട് കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. Under 4 തൊട്ടിട്ടുണ്ട് കാറ്റഗറി. ഇഷയുടെ Under 12 ആണ് കേട്ടോ. അവൾ Under 12 400 meters റിക്രിയേഷണൽ സ്കേറ്റിംഗിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ രാവിലെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് 3 മണിയായിട്ട് തുടങ്ങാൻ പോകുന്നത്. ഫൈനലി Under 12 ഗേൾസിനെ വിളിച്ച് എല്ലാവരും അകത്ത് പോയി ലൈനപ്പ് ചെയ്യാണ്. അങ്ങനെ കാത്തിരുന്ന് കോമ്പറ്റീഷൻ തുടങ്ങിയതിൻ്റെ ഒരു 6 കുട്ടികളെ ഗ്രൂപ്പ് ആക്കിയിട്ട് അതിന് ബെസ്റ്റ് ഓഫ് 2 വെച്ചിട്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ ദേശീയ എത്തി. അവർ ഫസ്റ്റ് ടൈമാണ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നത്. Faster, go. Go. Under 16, above 16 category, boys and girls get ready. Isha, you can do it fast. ഇതിന്ന് എന്തായാലും ക്വാളിഫൈ ഉള്ള ചാൻസസ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വട്ടം നമുക്ക് നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ അടുത്ത കോമ്പറ്റീഷൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു 4 മണിക്കായപ്പോൾ ഇറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായി.